ബസ് വീട്ടാലും മിനിറ്റ് കണ്ണിൻ്റെ ഇടയ്ക്കായി കണ്ണടച്ച് പിടിക്കണേ. അതിങ്ങനെ തൊട്ടാ കാരണം കണ്ണ് തുറന്ന് പിടിക്കി അങ്ങനെ തന്നെ ശരിയാക്കാം. ഓക്കെ ഇല്ല ഇപ്പോൾ എത്തുക. ഓക്കെ കണ്ണ് ചെറിയോ ഓക്കെയാ അറിയോ? ഓക്കെ ബസ് മാണല്ലോ, കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ലേശ നമ്മൾ തട്ടി കളഞ്ഞല്ലോ. കുഴപ്പമില്ല. ശരി ബസ് പോയപ്പോഴേക്കും അങ്ങോട്ട് വിഷമായി കുട്ടി കണ്ണില്. ശരിയായി സത്യം പറയും. പിന്നെന്താ ഇന്നത്തെ വിശേഷങ്ങൾ കുട്ടിയുടെ? എന്താണാവോ അമ്മ ചുട്ടിക്ക്? എൻ്റെ അമ്മ ചുറ്റി എൻ്റെ അമ്മോട് സംഭവ എൻ്റെ അമ്മ സ്നേഹമുള്ളോള. എൻ്റെ അമ്മ കരുതലുള്ളോള. എൻ്റെ അമ്മ ഭയങ്കര കെയറിങ് ആണ്. എൻ്റെ അമ്മ ഭയങ്കര ബോൾഡാണ്. പിന്നെ എൻ്റെ അമ്മ ഒരു പ്രസ്ഥാനാണ്. പിന്നെ എൻ്റെ അമ്മ സുന്ദരിയാണ്. അത് മാത്രം നീ പറയരുത്. ഞാൻ സുന്ദരി ഒന്നല്ല. ഈ പറഞ്ഞതൊക്കെ ഇപ്പൊ എന്തെങ്കിലും കുറേ എണ്ണ പറഞ്ഞിട്ടുണ്ടാവും പറയാൻ. എൻ്റെ അമ്മക്ക് നല്ല മുടിയുണ്ട്. അതേ മുടിയിട്ട നല്ല മുടി. പിന്നെ പിന്നെ എൻ്റെ അമ്മ ചുറ്റി പാവാണ്. ഒന്നുമില്ല കഴിഞ്ഞ സമാധാനം. എന്താണോ ഇതൊക്കെ പറയാൻ കാരണം എന്തെങ്കിലും കാര്യം സാധിക്കാൻ? ഇല്ല ഒന്നുമില്ല. എന്താ എന്നോട് ഇങ്ങനെ ഒരു സ്നേഹം തരാമല്ലോ. കാശിലെ സംഭവമല്ലേ, ചെലവിലെ സംഭവമല്ലേ. അല്ല ഇപ്പം എന്തെങ്ങനെ എന്നെ ഇങ്ങനെ സോപ്പിട്ട് ഇങ്ങനെ പോയില്ലോ. എന്തെങ്കിലും കാര്യം നടക്കണ്ട കുട്ടിയെ? പിണങ്ങി കാര്യം നടക്കാന്നല്ല എൻ്റെ കുട്ടി തന്നെ എന്താ പറയുക സ്നേഹം കൊണ്ട് പറഞ്ഞതാ. പക്ഷെ അതിൽ പറ്റാതെ രണ്ട് കാര്യം എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സുന്ദരിയാന്ന് പറഞ്ഞു, ഒന്ന് എൻ്റെ മുടി പറഞ്ഞതാണിത്. ഇതാണ് ഈ മുടി, നല്ലോണം മുടിയുണ്ടെന്ന് പറഞ്ഞ മുടി ഇതാ. അത് സത്യാവസ്ഥ മാത്രമേ പറയാവൂ. പൊക്കുമ്പോ നോണ പറയരുത്. എവിടെ മുടി ഇതാണ് നമ്മുടെ മുടി. പിള്ളേന്ന് കുറച്ച് മുടി വെട്ടും കൂടിയും ചെയ്തു. സുന്ദരിയാണല്ലോ ഞാനാ? അവൻ ഈ സുന്ദരിമാരെ കണ്ടിട്ടില്ല. ആവശ്യത്തിന് സൗന്ദര്യമൊക്കെ ഉണ്ട്. അവൻ്റെ അമ്മയാണല്ലോ, അവൻ്റെ അമ്മയ്ക്ക് അവൻ എന്തായാലും സൗന്ദര്യം ഉണ്ടെന്നല്ലേ പറയുള്ളൂ. അവൻ്റെ അമ്മ അവനെ സംബന്ധിച്ച് സുന്ദരിയാണ്. അതുകൊണ്ടാണ് കേട്ടോ സുന്ദരിയാന്ന് പറയണത്. ആരും തെറ്റിദ്ധരിക്കരുത്, വിഷമിക്കരുത്. പക്ഷെ എൻ്റെ അനന്ത് സുന്ദരനാടേ, സുന്ദരൻ. ഞാൻ അവൻ്റെ മുഖം നോക്കി കാണിച്ചേ. സുന്ദരി കുട്ടിയാണ്. ഗുരുവായൂരപ്പൻ്റെ കുട്ടി. ഗുരുവായൂരപ്പൻ അമ്മയ്ക്ക് തന്ന നിധി കുട്ടിക്കാണ്. എല്ലാ ദിവസവും രാത്രി ഇത് പറഞ്ഞാലേ കിടന്ന് ഉറങ്ങുള്ള ആശാൻ. ഗുരുവായൂരപ്പൻ്റെ കുട്ടിയാണ്. ഗുരുവായൂരപ്പൻ നിന്ന് നിധിയാണ്. എൻ്റെ അമ്മ സത്യം പറയണതാ. ഇപ്പോൾ പൊന്തിച്ച് പറയണത് സോപ്പിടണമെന്നല്ല. എൻ്റെ കണ്ണനാണ്, ഉണ്ണിക്കണ്ണൻ. ഈ രണ്ട് കണ്ണന്മാരാ. ഒന്ന് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ, എൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ. പിന്നെ ദേ ഒരു കണ്ണൻ ഇവിടെ ഉണ്ട്, അമ്മയുടെ മുത്തുക്കണ്ണൻ. ഒരാൾ സ്വത്തുമണിയും ഒരാൾ മുത്തുമണിയും അല്ലേ? സ്വത്തുമണി, ഉണ്ണിക്കണ്ണൻ, മുത്തുമണി, അങ്ങനെ ഞാൻ വിളിക്കുക. ഓട്സ് കഴിക്കണ്ടേ? ഫുഡ് കഴിക്കാറായോ? ഫുഡ് കഴിക്കാം. കഴിക്കാൻ പോവാ, തരാൻ പോവാ. എന്തേ കുറച്ച് നേരം ഇങ്ങനെ കിടക്കാനാ? നീ ഇങ്ങനെ കിടക്കുമ്പോഴേ ഈ തലയുടെ ഭാരം ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് വെയിറ്റ് ഭാരം എനിക്ക് തോന്നുന്നു. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോഴും അതെ കേട്ടോ. ഒരു ഡോക്ടർമാരിങ്ങനെ അനക്കണ്ട് നോക്കുമ്പോൾ ഭയങ്കര മുഴച്ച് വരണ പോലെ. അപ്പം എനിക്ക് ആദ്യത്തെ അനക്കം എന്ന് പറയാം, ഞാൻ അനക്കണ്ട് പറയാം. പിന്നെ ഈ തല ഉണ്ടായിരുന്നു ഫുള്ള് വയറിനകത്ത് കിടക്കുമ്പോൾ. ഈ തലയാണ് ഇങ്ങനെ അനങ്ങാന്ന് തല കൊണ്ട് കുത്തലായിരുന്നു. എൻ്റെ കയ്യും കാലും ഒന്നല്ല, കാരണം കയ്യും കാലൊക്കെ അവന് സ്റ്റിഫായിരുന്നു. ഒക്കെ ഇങ്ങനെ സ്റ്റിഫായിരുന്നു. അപ്പോൾ കയ്യും കാലുള്ള അനക്കുണ്ടായിട്ടേ ഇല്ല കുട്ടിക്ക്. ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഈ തലയ്ക്കൊരു 1.5 ഭാരം.
കൈ കാല് അല്ലെങ്കിൽ അങ്ങനെ തൊടുമ്പോഴൊക്കെ തലയ്ക്ക് ഭയങ്കര ഞാൻ പറയും ഈ തലയിൽ എന്തൊക്കെയോ കുറേ കഴിവുകൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അതെന്നാണ് പുറത്തു വരുമെന്ന് എനിക്കും അറിയില്ല. എല്ലാവരും പറയുമ്പോൾ ലോകം അറിയപ്പെടുന്ന ആളാവുന്ന നാളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയും അവൻ അത്രയും പ്രശസ്തനാവും, ലോകം അറിയപ്പെടുന്ന ആളായി മാറും, അവൻ്റെ അമ്മ എന്നുള്ള പേർക്ക് ഞാൻ അറിയപ്പെടുന്നൊക്കെ, അവന് വേണ്ടത് അവൻ തന്നെ സമ്പാദിക്കുന്നൊക്കെ. പക്ഷേ ഞാൻ ചോദിക്കും നിൻ്റെ ഈ തല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് വിടറാന്ന്. അപ്പോൾ ഇതേപോലത്തെ ചിരിച്ചിരിക്കും. കളിക്കാം നമുക്ക് കളിക്കാം. മാറ്റി തല നമുക്ക് കളിക്കാം. എന്ത് കളി? പോമ്പല്ലേ? അല്ലേ അതിന് ഇടയ്ക്കിടയ്ക്ക് പോമ്പോ കളിയുടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് ഇക്കിളിയാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ പോം കളി. ഞാൻ ഈ ഭക്ഷണം കൊണ്ടുവരാൻ കുട്ടിക്ക് മണി 8 കഴിഞ്ഞു. ഓക്കെ ഫുഡ് തരാൻ പോവാ. വൈൻഡപ്പ്. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. അവന് ഭക്ഷണം കൊടുക്കട്ടെ. പിന്നെന്താ ആലോചിക്കണ്ടായിരുന്നേ? എപ്പോ? നേരത്തെ അമ്മയ്ക്ക് എന്താ ആലോചിക്കാൻ? ഒന്നും ആലോചിക്കില്ല. എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കല്ലേ. അണ്ണൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പോവുക, വീട്ടിലത്തെ അന്നത്തെ പണികൾ കഴിഞ്ഞ് പോവുക. ഭാര്യയെക്കുറിച്ച് ഒരു ചിന്തയിലെ തള്ളാട്ടം. വിഷു വരെ ഭാര്യനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് എനിക്കൊന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ പോണു. ദൈവം കൊണ്ടുപോകുന്നിടത്തോളം കൊണ്ടുപോട്ടെ എന്നുള്ള എന്നെ കൊണ്ടുപോക്കോളും എനിക്ക് നല്ല ഉറപ്പാണ്. വിഷുള്ള സാധനങ്ങൾ വാങ്ങാറാവണേ ഉള്ളൂ കണ്ണ. വാങ്ങിക്കാം നമുക്ക് കേട്ടാ. വിഷുള്ള സാധനങ്ങൾ വാങ്ങിക്കാം. വിഷു കഴിഞ്ഞിട്ട് തരാം കേട്ടാ. ഓക്കെ ഓക്കെ. നമ്മൾ ഫുഡ് എടുത്തിട്ട് വരാം. ഓക്കെ ഓക്കെ ബൈ.